ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എൻ്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ തുടരും സിനിമ കണ്ടിട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. മക്കളെ, ഐ എം സോ ഹാപ്പി. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സമ്പൂർണ്ണ തൃപ്തി അടങ്ങിയിരിക്കുന്ന ഒരാളാണ്. കാരണം മനസ്സ് നിറഞ്ഞ സിനിമ കണ്ടിട്ട്. മോഹൻലാൽ പോയി, മോഹൻലാലിന്റെ കാര്യം കഴിഞ്ഞു എന്ന് പറയുന്നവരോട് എനിക്ക് ഇപ്പം ഈ സിനിമ കഴിഞ്ഞ ഈ മൊമെന്റിൽ എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ എവിടെയും പോയിട്ടില്ല. മോഹൻലാൽ ഇങ്ങ ഇരിക്കടാ, ഇങ്ങ താണ്ടാ ഇരിക്കേ. ഹീ ഈസ് ബാക്ക് വിത്ത് ഹിസ് പ്രൈം ആക്ടിങ്. യെസ്, ഞാനൊരു മോഹൻലാൽ ഫാനാണ്. പറയുന്നതിനെന്നല്ല, എനിക്ക് മോഹൻലാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിത് മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് കുറേ വിമർശനങ്ങളും കാര്യങ്ങളെല്ലാം കേൾക്കലാണ്. കാരണം മോഹൻലാലിന്റെ ഇപ്പൊ കുറേ സിനിമകൾ ഫ്ലോപ്പായി വരുന്ന ഒരു സമയത്ത് അവർ പറയുന്ന സമയത്ത് എനിക്ക് വോയിസ് ഇല്ല തിരിച്ച് പറയാൻ വേണ്ടിയിട്ട്. കാരണം സത്യമായിരുന്നു, കുറേ സിനിമകൾ അഭിനയം പണ്ടത്തെ പോലെ ഇല്ല എന്ന് പറയുന്നു. മറ്റേ കുറേ സിനിമകൾ ഇറങ്ങി, അതായത് ബാറോസ് പോലത്തെ സിനിമകൾ ഇറങ്ങി ഫ്ലോപ്പായി പോകുന്നു. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സിനിമ വന്നത്. അപ്പോൾ ഇപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്, മോഹൻലാൽ ഈസ് ബാക്ക്. യെസ്, നമ്മുടെ പ്രൈം ടൈമിലുള്ള മോഹൻലാലിലെ തിരിച്ചു വന്നിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ, സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞുപോയി മോഹൻലാലിനെ കണ്ട്. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ കാണുന്നത്. മോഹൻലാൽ നല്ല അടിപൊളിയായിട്ട് അഭിനയം. നമ്മൾ ആ പണ്ടത്തെ ഒരു മോഹൻലാൽ, നല്ല തമാശയും ചിരിയും കളിയിലുള്ള ഒരു മോഹൻലാലിന്റെ ആ മോഹൻലാൽ ഇന്ന് ഈ സിനിമയിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾ താങ്ക്സ് ടു തരുൺ മൂർത്തി. അണ്ണാ, നിങ്ങൾ അടിപൊളി. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിനിമ നമുക്ക് മലയാളികൾക്ക് തന്നതിന്, പ്രത്യേകിച്ച് മലയാളികളായ മോഹൻലാൽ ഫാൻസിന് തന്നതിന് വളരെ നന്ദി. മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല, മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരു പക്ക ഫാമിലി എന്റർടൈനർ മൂവിയാണ്. എല്ലാവരും പോയി കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. മോഹൻലാലിന്റെ ആ ഒരു ഓറയില്ലേ, അതൊരു ഒന്നൊന്നര ഓറ തന്നെയാണ്. ഒന്നും പറയാനില്ല. മോഹൻലാൽ വരുമ്പോഴുള്ള ഒരു ഓറ, അത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആ നടൻ എങ്ങനെയാന്ന് ഇല്ല, എടി പോയിട്ടില്ല. കിട്ടേണ്ട ആൾക്ക് കിട്ടേണ്ട പോലെ കിട്ടിയാൽ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇത്രയും കാലം മേ ബി ചിലപ്പോൾ എന്തെങ്കിലും റീസൺസ് കൊണ്ട് കിട്ടേണ്ട ആളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല മോഹൻലാലിനെ. ഇപ്പൊ ഇതാ തരുൺ മൂർത്തി പറയുന്ന ഒരാൾക്ക് മോഹൻലാലിനെ കിട്ടേണ്ടതുപോലെ കിട്ടി. അപ്പൊ മോഹൻലാലിനെ വെച്ച് നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നു, നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ തന്നു മോഹൻലാലിനെ വെച്ചിട്ട്. നല്ല സ്റ്റോറി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഭയങ്കര സസ്പെൻസ് കാര്യങ്ങളൊന്നുമല്ല, നമുക്കെല്ലാം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ സിനിമ തന്നെയാണ്. പക്ഷെ അത് നമുക്ക് തരുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ഇല്ലേ, നമുക്ക് തരുന്ന ഒരു പ്രസന്റേഷൻ ഇല്ലേ, ആ സിനിമ എടുത്തു വെക്കുന്ന ഒരു പ്രസന്റേഷൻ, അതിലാണ് ഈ സിനിമ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. കാരണം മോഹൻലാലിന്റെ ആക്ടിങ്, പണ്ടത്തെ ആ ഒരു ചിരി തമാശ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, മോഹൻലാലിന്റെ കുറെ എക്സ്പ്രഷൻ കാര്യങ്ങൾ, അടിപൊളി സിനിമ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ട് ആസ്വദിച്ച് കൈയടിച്ച് കണ്ണ് നിറഞ്ഞുപോയി. കാരണം മോഹൻലാൽ തരുന്ന ഒരു ഇമോഷൻ നമുക്ക് കണക്ട് ആവുന്നുണ്ട്. അതൊരു എന്താ പറയണ്ടത്, ഭയങ്കര ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആൻഡ് സൂപ്പർ സാറ്റിസ്ഫൈഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മോഹൻലാലിന്റെ ഒപ്പത്തോടൊപ്പം പിടിച്ചിരിക്കുന്ന ഒരാളാണ് മോനെ വില്ലൻ. പറയാണ്ടിരിക്കുന്നില്ല, അമ്മാതിരി ഒരു പവർ പാക്ട് വില്ലൻ തന്നെയാണ്. വില്ലന്റെ പേരെന്തോ പ്രകാശ് അങ്ങനെ എന്തോ ആന്ന് തോന്നുന്നു. വില്ലന്റെ പേര് ഞാൻ കറക്റ്റ് അറിയില്ല. വില്ലൻ എന്ന് പറയുന്ന ആള് തരുന്ന ആ ഒരു ഓറയില്ലേ, അതും മോഹൻലാലിന്റെ ലെവൽ. കാരണം കട്ടക്ക് പിടിച്ചിരിക്കുന്ന ഒരു വില്ലൻ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നല്ല ഒരു ഫീല് വരും. ആ ഫീല് എപ്പം നമുക്ക് കിട്ടുന്നോ അന്ന് ആ ഒരു നടൻ ജയിച്ചു എന്നാണ്. അവരെന്ത് നമുക്ക് തരാൻ വിചാരിച്ചോ ആ സാധനം നമുക്ക് തന്നു എന്നാണ് അത് തെളിയിക്കുന്നത്. അതേപോലെ തന്നെ മോഹൻലാല്, ആ പണ്ടത്തെ മോഹൻലാൽ, നമ്മളിപ്പോ ഇപ്പം ഞാൻ കേൾക്കുന്ന ഒരു സംഭവം ഇതാണ്. അതായത് മോഹൻലാൽ പണ്ടത്തെ പോലെ ആവുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ എന്താ ആവാത്തത്, അഭിനയിക്കാനാവുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഈ സിനിമ. മോഹൻലാലിന് അഭിനയിക്കാൻ അറിയാണ്ട് ഒന്നുമില്ല. ഇപ്പൊ എന്താ വെച്ചാല് വേണ്ട പോലെ സിനിമ വേണ്ട ആൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയ ടൈമിൽ എടുത്തു വെച്ചു, ഒരു പ്രസന്റേഷൻ തന്നെ തന്നു, നമുക്കങ്ങ് ട്രീറ്റ് അങ്ങ് തന്നു. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം മോഹൻലാൽ റീലോഡഡ് ആദ്യം തിരിച്ച് വന്നിരിക്കുന്നു മോഹൻലാൽ. അപ്പം ഇത് നമ്മൾ കാണാത്ത ടൈപ്പ് സിനിമയാണെന്നോ കാണാത്ത ടൈപ്പ് സ്റ്റോറിയാണെന്നോ ഒന്നല്ല. പക്ഷെ അത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലില്ല, അത് നമുക്ക് തരുന്ന ഒരു രീതി, നമുക്ക് പ്രസന്റ് ചെയ്യുന്ന രീതി, നമുക്ക് തരുന്ന ഒരു ട്രീറ്റ്, അതിലാണ് ഈ സിനിമ വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നത്. പിന്നെ സംവിധായകൻ, ഡയറക്ടർ തരുൺ മൂർത്തി, താങ്ക് യു ബ്രോ.
നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രീറ്റ് മോഹൻലാലിനെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ് തന്നതിന്, നമുക്ക് പഴയ ആ ഒരു മോഹൻലാൽ തിരിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച് ബ്രോ. പിന്നെ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും നല്ല അഭിനയം, നല്ല സ്റ്റോറി, നല്ല അവർക്ക് എല്ലാവർക്കും കൊടുത്ത ക്യാരക്ടർ നല്ല അടിപൊളി, അവരെ ലെവലിൽ തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ, എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണും, മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലാണ്ട് OTT-ലൊന്നും വന്ന് കാണല്ല പ്ലീസ്. കാരണം നിങ്ങളൊരു മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നതാണ്, അത് ഫാനിന് മാത്രമല്ല, നിങ്ങൾ പണ്ടത്തെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നതാണ്, പണ്ടത്തെ മോഹൻലാൽ സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക. നല്ലൊരു സിനിമയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾ ഫാമിലി എല്ലായിട്ട് പോയിട്ട് കാണുക, തിയേറ്ററിൽ പോയി കാണുക, ഫിലിം എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. ബൈ. Our prime Mohanlal is back.